വി സിമാർ ഇങ്ങനൊരു യോഗത്തിൽ ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നത് ശരിയോ തെറ്റോ? കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് വിവാദത്തിനുള്ള വലിയ സാധ്യതയുണ്ട് എന്നെനിക്കറിയാം. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഞാൻ വൈസ് ചാൻസലറായിരുന്നപ്പോൾ ആ ജില്ലയിൽ മാത്രമല്ല ഉത്തര മലബാറിലുള്ള എല്ലാ സദസ്സുകളിലും ആര് വിളിച്ചു എന്ന് നോക്കാതെ വായനശാലകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും സാംസ്കാരിക സംഘടന എല്ലായിടത്തും ഞാൻ പോകുമായിരുന്നു. ആ പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, പൊതുജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുക, അതുവഴി കൂടുതൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സർവകലാശാലയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരമുണ്ടാവുക. അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള മറുപടി, പ്രത്യേകിച്ച് ഞാനൊരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ പങ്കെടുക്കുന്നതിൽ ഒരു അപാകതയുമില്ല. 2014 കേന്ദ്ര സർവകലാശാല വി സി ആയിരുന്നപ്പോൾ സർസംഘചാലകിൻ്റെ ഒരു മീറ്റിങ്ങിൽ സാർ പങ്കെടുത്തിരുന്നില്ലേ? ഞാൻ തിരുവനന്തപുരത്ത് മോഹൻ ഭാഗവതിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. അത് ആ മീറ്റിംഗ് തൈക്കാട് ഗസ്റ്റ് ഹൗസ് വെച്ചാണ്. മറ്റൊരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു, ഒരുപാട് ബൗദ്ധിക രംഗത്തെ ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം കാസർഗോഡ് അതിർത്തി പ്രദേശത്ത് മുജാഹിദിൻ്റെ ഒരു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം. ഞാൻ അവിടെയും പങ്കെടുക്കും, ഇവിടെയും പങ്കെടുക്കും. മോഹൻ ഭാഗവതിൻ്റെ മീറ്റിങ്ങിലും പങ്കെടുക്കും, മുജാഹിദിൻ്റെ മീറ്റിങ്ങിലും പങ്കെടുക്കും. എല്ലായിടത്തും പങ്കെടുക്കണം. വിദ്യാഭ്യാസ രംഗത്തുള്ളവർ ബൗദ്ധിക രംഗത്തുള്ള പൊതുരംഗത്ത് നിൽക്കണം. ചാൻസലറായ ഗവർണർ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അവരും പോകാൻ നിർബന്ധിതരാകുന്ന, അല്ലെങ്കിൽ അവർക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാകില്ലേ? ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല, ഒരു കാരണവശാലും നിർബന്ധിക്കാൻ പാടില്ല. ഒരു വൈസ് ചാൻസലർക്ക് ഏത് യോഗത്തിൽ പങ്കെടുക്കണം, പൊതുയോഗങ്ങളിൽ. കാരണം ഒരു പൊതുസമൂഹവുമായി ബന്ധപ്പെടാൻ വൈസ് ചാൻസലർക്ക് തീർച്ചയായിട്ടും പൊതുവേദികളിൽ പോകുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതേസമയം അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യങ്ങൾ ചില കാര്യങ്ങളിൽ പോകുന്നതിന് പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കാം. അതുകൊണ്ട് നിർബന്ധിക്കാൻ ആർക്കും അവകാശമില്ല. ഗവർണർ അങ്ങനെ നിർബന്ധിക്കുമെന്നും തോന്നുന്നില്ല. കേരളത്തിൽ RSS അല്ലെങ്കിൽ BJP കേരളത്തിൽ വേരൂന്നാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരുപാട് കാലമായി രാഷ്ട്രീയമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ആ രീതിയിൽ കൂടി ഒരു രാഷ്ട്രീയ നിരീക്ഷകനായി അങ്ങ് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ പറയുന്നതിനോട് യോജിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. അത് പ്രാദേശികമല്ല, ദേശീയമാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് BJP കേന്ദ്ര നേതൃത്വം കേരളത്തെ വളരെ സീരിയസ് ആയി കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുകയും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ബുദ്ധിജീവികൾക്കുള്ള സ്വാധീനം നന്നായി മനസ്സിലാക്കിയത് CPM-ഉം ഇപ്പോൾ BJP-യുമാണ്. കോൺഗ്രസ് തൊട്ടും മനസ്സിലാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. VC-മാർ RSS അഫിലിയേറ്റഡ് സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ G. ഗോപകുമാർ സാർ തെറ്റ് കാണുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഒരു വൈസ് ചാൻസലർമാരെയും ഇതിൽ നിർബന്ധിക്കാൻ പാടില്ല എന്ന കൃത്യമായ നിലപാട് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരമൊരു പരിപാടി കേരളത്തിൽ സംഘടിപ്പിക്കുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും വിലയിരുത്തുകയാണ്. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.